ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ നാടൻ പഴയകാല ടിപ്സ്. ഒരു ചുക്കും നടക്കില്ല. ഈ ഒരു വാക്ക് നമ്മൾ ദൈനംദിനം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ ഒരു ചുക്കും നടക്കില്ല എന്ന് പറയുന്നത്? ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ലോപിച്ച് ഒരു ചുക്കും നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരു സാധാരണ വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യം, ഒന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വാക്കാണ് ഒരു ചുക്കും നടക്കില്ല. പക്ഷേ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ഒരു ചുക്കില്ലാതെ ഒന്നും നടക്കില്ല. ഇത് പറയാൻ കാരണം നമ്മുടെ പഴയ കാരണവന്മാർ കേരളത്തിൽ തന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു അനുഷ്ഠാനമാണിത്. പക്ഷെ ആർക്കും അതിൻ്റെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ ഈ വെറ്റിലച്ചെല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു ചുക്ക്, ഉണങ്ങിയ ചുക്ക് കരുതുമായിരുന്നു. കാരണം പോകുന്ന വഴി ഒരു തരത്തിലുള്ള ദോഷങ്ങൾ വരാതിരിക്കാൻ, എപ്പോഴും അവരുടെ എനർജി പോസിറ്റീവായിട്ടിരിക്കാൻ, മനസ്സ് പോസിറ്റീവായിട്ടിരിക്കാൻ ചുക്ക് എന്ന് നമ്മൾ സാധാരണ വില കുറഞ്ഞ് കാണരുത്. അതിന് നല്ല വൈബാണ്. അതവരെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ, ഇപ്പം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ്സ് അതിൽ നിന്നൊക്കെ ഈ ചെറിയ കഷ്ണം ചുക്ക് നല്ല രീതിയിൽ അത് തടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്പൈസസിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ചുക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓരോ സ്പൈസസ് നമുക്ക് ഘടകമാവുന്നത്. അത്രമേൽ വൈബാണ് ഈ പറയുന്ന ഉണങ്ങിയ ചുക്ക്. ഇപ്പോൾ സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ചുക്ക്, ചെറിയൊരു ചുക്ക് കഷ്ണം പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ കരുതുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ഘടകങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾക്ക് വരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ബിസിനസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിലും സീനിയർ പേഴ്സണിനെ മീറ്റ് ചെയ്യാനാണെങ്കിൽ ഒക്കെ നമ്മൾ ഈ ചുക്ക് നമ്മൾ പോക്കറ്റിലോ പേഴ്സിലോ ചെറിയൊരു കഷ്ണം ചുക്ക് കരുതുന്നത് നല്ലതാണ്. അതെപ്പോഴും പോസിറ്റീവാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റും. അത് എല്ലാ വെള്ളിയാഴ്ചയും ആ ചുക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പഴയ ചുക്ക് നമ്മൾ ഒഴുക്കിയ വെള്ളത്തിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്തോ കളയുക. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഈ ചുക്ക് എന്ന് പറയുന്നത്. പഴയ കാരണവന്മാരൊക്കെ അത് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതാണ്. അവരുടെ പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാൻ ഇതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും ഒരു ചുക്കിൽ എന്ത് കാര്യം ഇരിക്കുന്നു എന്ന്. പക്ഷേ അത് വെക്കുമ്പോൾ, ഈ അനുഷ്ഠാനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല രീതിയിൽ. അപ്പോൾ 1-2 ദിവസം ആകുമ്പോൾ ഒന്നും നമുക്ക് ഏശിയല്ല. പക്ഷേ ഡേ ബൈ ഡേ, ഒരു 4th ഡേ തൊട്ട് അതിൻ്റെ വൈബ് നമ്മളുമായിട്ട് കണക്റ്റഡായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് വരാനും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടദേവനെ സങ്കല്പിച്ചിട്ട് വേണം ഈ ഒരു ചുക്ക് നമ്മൾ എപ്പോഴും കരുതുവാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.
എന്റെ അർത്തികുളങ്ങര പുത്തൻ മഠം വാഴും വജ്ര നരസിംഹസ്വാമി മമ മനസാ സ്മരാ